പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ പോകുന്നു. ഇന്നത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ന്യൂസാണ് ഇത്. ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇലക്ഷന് മുമ്പ്, ഈ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് മുമ്പ് കിറ്റ് പരിപാടി ഇനിയില്ല. പണ്ടത്തെ പോലെ കിറ്റ് കൊടുത്ത് വോട്ട് പിടിക്കുന്ന പരിപാടിയിൽ അത് വലിയ വിവാദമായതാണെന്ന്. വലിയ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നു, എല്ലാവർക്കും കിട്ടിയില്ല, വലിയ പരാതി വന്നു. മാത്രമല്ല കിറ്റിനകത്ത് ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ശർക്കര പൂത്തുപോയെന്നും പച്ചരി പൂത്തുപോയെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായി. പിന്നെ അടയില്ലായിരുന്നു, പായസത്തിന് അടയില്ലാത്ത പായസം വയ്ക്കണം, പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കിറ്റ് പരിപാടിയില്ല. എന്നാൽ കിറ്റ് കൊടുത്തതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതും എന്നുള്ള കൃത്യമായ ഒരു ഇലക്ഷൻ അനാലിസിസും ഉണ്ട്. എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കിറ്റ് പരിപാടിയൊന്നുമില്ല, പകരം പങ്കാളിത്ത പെൻഷൻ പോലുള്ള കാര്യങ്ങൾ പിൻവലിച്ച് കാശ് കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക്, ഒരു 5-6 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും കുറേ പെൻഷൻകാർക്കും കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്ന പരിപാടികളാണല്ലോ. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സർവീസിലിരിക്കുന്നവർക്ക് ആനുകൂല്യം കിട്ടുന്നതാണല്ലോ പങ്കാളിത്ത പെൻഷൻ. 2014 പങ്കാളിത്ത പെൻഷനെക്കുറിച്ച് ചിന്തിക്കുകയും നാഷണൽ പെൻഷൻ സ്കീം വരികയും ചെയ്തത്. അതിനുശേഷം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു. അത് പിൻവലിക്കുമ്പോൾ പകരം എന്ത് എന്ന് വയ്ക്കുന്നതിനെ സംബന്ധിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കുന്ന പെൻഷൻ ഉറപ്പാക്കൽ, അല്ലെങ്കിൽ ഉറപ്പാക്കപ്പെടുന്ന പെൻഷൻ എന്നുള്ള നിലയിൽ അഷ്വേർഡ് പെൻഷൻ എല്ലാവർക്കും കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും. അപ്പോഴുള്ളൊരു പ്രശ്നം, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമ്പോൾ ഇപ്പോൾ ആ സ്കീമിൽ ചേർന്നിരിക്കുന്നവരുടെ കാര്യം എന്ത് ചെയ്യും? അതൊരു ചോദ്യമുണ്ട്. മാത്രമല്ല 60 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് ഈ പങ്കാളിത്ത പെൻഷൻകാർക്ക് പെൻഷൻ പ്രായം. അത് വീണ്ടും 56ലേക്ക് കൊണ്ടുവരുമോ? അതോ അവരെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് മാത്രം, ഇനി പോസ്റ്റിംഗ് നടക്കുന്നവർക്കും ഇപ്പോൾ ഉള്ളവർക്കും, നേരത്തെ പങ്കാളിത്ത പെൻഷനിൽ വരാത്തവർക്കും ഇനി പോസ്റ്റിംഗ് നടക്കുന്നവർക്ക് മാത്രമായി പുതിയ അഷ്വേർഡ് പെൻഷൻ മാറുമോ? അതോ എല്ലാവർക്കും അഷ്വേർഡ് പെൻഷൻ ആകുമോ? പങ്കാളിത്ത പെൻഷൻ മൊത്തം എടുത്ത് കളയുമോ? പിന്നെ നാഷണൽ പെൻഷൻ സ്കീം ഇവിടെ സമ്പൂർണ്ണമായി നടപ്പിലാക്കുമോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. എന്തായാലും പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കണം എന്നുള്ള ചർച്ചയും അതിൻ്റെ ഫയൽ വർക്കും സെക്രട്ടേറിയറ്റിൽ നീങ്ങുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.